നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ സ്തനാർബുദം ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരികയാണെന്ന് കണക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസം ലോകാരോഗ്യ സംഘടനയുടെ കീഴിൽ സ്തനാർബുദത്തിനെ കുറിച്ചുള്ള അവബോധം നൽകുന്നതിനായിട്ടുള്ള ഒരു മാസമായിട്ട് ഒക്ടോബർ മാസം ആചരിക്കുകയാണ്. ഇങ്ങനെ ഈ മാസം ആചരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത, പ്രാധാന്യം എന്താണ്, ലക്ഷ്യങ്ങൾ, സ്തനാർബുദം ഇങ്ങനെ കൂടുന്നതിൻ്റെ കാരണങ്ങൾ, ചികിത്സകൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചി റിനൈ മെഡ് സിറ്റിയിലെ സർജിക്കൽ ഓങ്കോളജിസ്റ്റും റീകൺസ്ട്രക്റ്റീവ് സർജനുമായ ഡോക്ടർ തോമസ് വർഗീസ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട്, സ്തനാർബുദത്തിനെ കുറിച്ചിട്ടൊരു പ്രത്യേക അവബോധത്തിന് വേണ്ടി ഒരു മാസം തന്നെ നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നു. ഇപ്പോൾ സാധാരണ ഏതൊക്കെ അസുഖങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും ഒരു പരിധിവരെയൊക്കെ നമുക്ക് അറിയാം. അതെ, അല്ലെങ്കിൽ ഒരു ദിവസം, പിന്നെ കുറേയൊക്കെ ആളുകൾക്ക് അറിവുണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. സ്തനാർബുദം ഇപ്പോൾ ഇത്രയും വൈദ്യശാസ്ത്രമൊക്കെ പുരോഗമിച്ചിട്ടും സ്തനാർബുദത്തിൻ്റെ ഒരു അവയർനെസ് കുറവാണോ? എന്തുകൊണ്ടാണ് ഈ മാസം ഇങ്ങനെ ആചരിക്കുന്നത്? ആക്ച്വലി മാഡം, ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. ഈ ഒരു മാസം മുഴുവൻ ഒരു വർഷം മുഴുവൻ ആചരിച്ചാൽ പോലും ഇതിൻ്റെ പ്രസക്തി ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. കാരണം ലോകാരോഗ്യ സംഘടന നമുക്ക് തരുന്ന സ്ഥിതിവിവര കണക്കനുസരിച്ച് ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡിലെ എല്ലാ രാജ്യങ്ങളിലും, ഡെവലപ്ഡ് രാജ്യങ്ങളിലും അൺഡെവലപ്ഡ് രാജ്യങ്ങളിലും എമർജിങ് രാജ്യങ്ങളിലും ഒക്കെ സ്തനാർബുദമാണ് നമ്പർ 1 പ്രശ്നം. മാത്രമല്ല, ഹൃദയാഘാതമോ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിനെക്കാട്ടിൽ കൂടുതൽ ആൾക്കാർ സ്ത്രീകൾ മരിക്കുന്നത് ഇന്ന് ബ്രസ്റ്റ് ക്യാൻസറും ഉണ്ട്. ഇതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അത് നമുക്ക് അതിലോട്ട് കടക്കാൻ ശേഷം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അസുഖം, കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന അസുഖത്തെപ്പറ്റി ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കണം എന്നുള്ള ഒരു അഭിവാഞ്ച കൊണ്ടാണ് ഈ പിങ്ക് മന്ത് ആയിട്ട് ഇതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്. അപ്പോൾ പിങ്ക് മന്ത് എപ്പോഴാണ് ഇത് തുടങ്ങിയത്, ഇങ്ങനെ പിങ്ക് മന്ത് ആയിട്ട് ആചരിക്കാൻ എന്നുള്ളത്? ഏതാണ്ട് ഒരു 10-15 ഇയേഴ്സിലായി കാണും ഇതിനൊരു പ്രസക്തി കൊടുക്കണമെന്നും സ്തനാർബുദം ഇങ്ങനെ ഒരു പ്രോബ്ലമായി മാറിക്കൊണ്ടിരിക്കുന്നു, ഇതൊരു കോമൺ ടെർമിനോളജിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിലും വലിയ പ്രശ്നം, പണ്ടൊക്കെ പ്രായമുള്ളവർക്കായിരുന്നു സ്തനാർബുദമെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരിൽ 30 ഇയേഴ്സിൽ താഴെ പ്രായമുള്ളവരിലെ സ്തനാർബുദത്തിനാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കോമൺ ഫിനോമിനോൺ ആയപ്പോൾ തീർച്ചയായിട്ടും 100% സുഖമാക്കാൻ സാധ്യമാകുന്ന ഒരു ക്യാൻസറിൻ്റെ മരണനിരക്ക് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇതിനെ ഒരു മാസമായിട്ട് ആചരിക്കുന്നത്. ഈ പിങ്ക് എന്നുള്ള നിറത്തിൻ്റെ ഒരു പ്രാധാന്യം ഇതിനകത്ത് എന്താണ്? വുമൺ എന്നുള്ളത് സാധാരണ വിമനെ കാണിക്കുന്ന ഒരു, നമ്മളിപ്പോൾ കൊച്ചുകുട്ടികൾക്കാണെങ്കിലും പിങ്ക് ആണല്ലോ അല്ലേ? അവനാണ് പിങ്ക് മന്ത് എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പം ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ ഒരു പരിധിവരെ ഇത്തരം അസുഖങ്ങൾ കൂട്ടുന്നതിന് കാരണമാകുന്നു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും. കാരണം സ്തനാർബുദം പോലെ അസുഖത്തിന് ജീവിതശൈലി ഒരു പ്രധാന ഘടകമായിട്ടാണെന്ന് കരുതുന്നത്. കാരണം എൻ്റെ പുറകിലുള്ള റീസൺ ഒബീസിറ്റി എന്ന് പറയുന്ന സംഗതി. ഇത് നമ്മുടെ ജീവിതശൈലി മാറ്റം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഫുഡ് ഹാബിറ്റ്സ്, എക്സസൈസ് ഇല്ലായ്മ, പിന്നെ വളരെ താമസിച്ച് മാത്രം നമ്മൾ പ്രഗ്നൻ്റ് ആവുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാവാതിരിക്കുക, മുല ഊട്ടാതിരിക്കുക, പിന്നെ സ്ട്രെസ് സിറ്റുവേഷൻസ്, അങ്ങനെ ആൽക്കഹോൾ, ടൊബാക്കോ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കും. പ്രധാനമായിട്ടും സ്തനാർബുദത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈസ്ട്രജൻ ഹോർമോണാണ്. ഇതിലുള്ള വ്യത്യാസങ്ങളും ഈ ലൈഫ് സ്റ്റൈലും ഒബീസിറ്റിയും ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് ചാൻസസ് ആർ ഹയർ. മാത്രമല്ല, ഒരു നല്ല ശതമാനം, ഒരു 10-15% ആൾക്കാരിൽ പാരമ്പര്യം, ഇപ്പോൾ പരമ്പരാഗതമായും സ്തനാർബുദം വരാം. അപ്പോൾ ദാറ്റ് ഈസ് എ ബിഗ് ഇഷ്യൂ. ഡോക്ടർ, പക്ഷേ ഇപ്പോൾ ഏജിനെ കുറിച്ച് പറഞ്ഞു, കുട്ടി ഉണ്ടാകുന്നതിൻ്റെ ഒരു ഏജ്, പുതിയൊരു തലമുറയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ജോലി ചെയ്യുന്നവരായിരിക്കും. വിവാഹം തന്നെ പണ്ടത്തെ പോലെ നേരത്തെ ഒന്നും വിവാഹം കഴിക്കുന്നില്ല ഇപ്പോൾ പെൺകുട്ടികൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്കൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഏജ് എത്രയാണെന്ന് അറിയാത്തൊരവസ്ഥയുണ്ട് അമ്മയാകുന്നതിന്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ വൈകി അമ്മയാകുന്നത് സ്തനാർബുദത്തിന് കാരണമാകുന്നത്. അപ്പോൾ ഏത് വയസ്സിലായിരിക്കണം ഇവിടെ ഈ ഹോർമോൺ പ്രസക്തി പറയുമ്പോൾ, പണ്ട് കാലത്തൊക്കെ 16-17 വയസ്സിലൊക്കെ ഋതുമതികളാകുന്ന പെൺകുട്ടികളുള്ള സ്ഥാനത്ത് ഇന്ന് ഒരു പെൺകുട്ടിക്ക് വയസ്സറിയിക്കുന്നത്, മെൻസ്ട്രുവേഷൻ ആരംഭിക്കുന്നത് 7 വയസ്സ് 8 വയസ്സിലാണ്. പണ്ട് മാസമുറ തീരുന്നത് 40 വയസ്സ് 45 വയസ്സായിരുന്നെങ്കിൽ ഇന്ന് മാസമുറ തീരുന്നത് 55-60 വയസ്സൊക്കെയാണ്. അപ്പോൾ ലോങ് സ്പാൻ ഓഫ് ടൈം ശരീരം, ബോഡി, ബ്രസ്റ്റ് ഈ ഹോർമോണൽ ഇമ്പാക്റ്റുമായിട്ട് വരുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും അല്ലാതെ പ്രൊലാക്റ്റിൻ പറഞ്ഞ് വേറൊരു ഹോർമോൺ ആക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ ബ്രസ്റ്റ് ഫീഡിങ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇതല്ലാത്തൊരവസ്ഥയിൽ
ഈ അൺഒപ്പോസ്ഡ് ആക്ഷൻ ഓഫ് ഈസ്ട്രജൻ, ഇതാണ് ഈ നേരത്തെ ഋതുമതികളായ ആൾക്കാർ താമസിച്ച് തീരുന്ന എണ്ണം, കുട്ടികളുടെ എണ്ണം കുറവുള്ള ആൾക്കാരിലൊക്കെ വരുന്ന പ്രോബ്ലം. ഐഡിയലി നല്ല ഏജ് വിവാഹത്തിന് പെൺകുട്ടികൾക്ക് ഒരു 24 ഇയേഴ്സിനുള്ളിൽ ആണ് ഐഡിയൽ. പുരുഷന്മാർക്ക് 28 to 29 ഇതാണ് ഐഡിയൽ. അതിൽ ആദ്യത്തെ കുഞ്ഞും ലോകാരോഗ്യ സംഘടന പറയുന്ന 25-26 എങ്കിലും ആയിരിക്കണം ഫസ്റ്റ് ബേബി. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. യെസ്, ഹലോ മാഡം, ഞാൻ മുണ്ടക്കയത്തു നിന്നാണ്, രജിതയാണ് സംസാരിക്കുന്നത്. ചോദിച്ചോളൂ രജിത. സാറേ, എന്റെ അമ്മയ്ക്കാണ് ഒരു 3 മാസം മുന്നേ ഈ റൈറ്റ് സൈഡിലെ ബ്രസ്റ്റിൽ ഒരു 50 പൈസ വലിപ്പത്തിൽ ഒരു റെഡ്നെസ്, ചുവന്ന തടിപ്പ് ഇങ്ങനെ കണ്ടായിരുന്നു. എന്നുവെച്ചാൽ തടിപ്പൊന്നുമില്ല, ചുവന്ന് ചൊറിച്ചില്ല, ആ ഒരു പാട് മാത്രം. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ അടുത്തൊരു ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ച ഒരു ഗൈനക്കോളജിനെ കാണിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല, തടിപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഈ കഴിഞ്ഞിടെയായിട്ട് വീണ്ടും ഒരു വേദന പോലെ ബ്രസ്റ്റിന് വരുന്നു. ഇത് ബ്രസ്റ്റ് ക്യാൻസർ ആവാനുള്ള ചാൻസ് ഉണ്ടോ? ആ ഏജിലുള്ള ആൾക്കാർക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട്. അത് വേദനയില്ലാതെ ക്യാൻസറിനെ കണ്ടുപിടിക്കാൻ ഇന്ന് കഴിവുള്ളൊരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട്. ഇന്നത്തെ പുതിയ അൾട്രാസൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഹൈ റെസൊല്യൂഷൻ അൾട്രാസൗണ്ടാണ്. അതിലെന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ട് എങ്കിൽ ആ ഡോക്ടർ തന്നെ പറയും അൾട്രാസൗണ്ട് പോരാ, നമുക്കൊരു മാമോഗ്രാം കൂടെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ഈ 2 ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാതെ ഇത് അസുഖമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ നിർവാഹമില്ല. ചെയ്യുന്ന ടെസ്റ്റുകൾ ഇതാണ്. ഡോക്ടർ, ഇപ്പോൾ ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ലക്ഷണങ്ങൾ വളരെ പ്രധാനമാണല്ലോ. വേദന ഇല്ലാത്ത മുഴകളാണെന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും വേദനയുള്ള മുഴകൾ അവസാന അർബുദമായി മാറുന്നുവെന്ന ഭയത്തോടു കൂടിയിരിക്കുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ലക്ഷണങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്? ഈ സ്തനാർബുദത്തിന് പ്രധാനമായും മുഴകൾ, സ്തനത്തിൽ വേദനരഹിതമായ മുഴകളാണ് മജോറിറ്റിയും ക്യാൻസേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ചെക്കപ്പിന് വരാത്തത്. പെയിൻ ഉണ്ടെങ്കിൽ, പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ് ആണ്. പെയിൻ ഉണ്ടെങ്കിൽ ആൾക്കാർ ഓടി വരും. അപ്പം പെയിനുള്ള മുഴകളിലെ 99% ക്യാൻസർ ആയിരിക്കത്തില്ല. വേദന ഇല്ലാത്ത മുഴകളായിരിക്കും പലപ്പോഴും ക്യാൻസറിൻ്റെ ലക്ഷണം. എന്നാൽ ഈ മുഴകൾ മാത്രമല്ല, പല ലക്ഷണങ്ങളും ഉണ്ടാകും. പല സ്ത്രീകൾക്കും ഉണ്ടാകുന്നത് നിപ്പിൾ ഡിസ്ചാർജ് ആയിരിക്കും, ചിലപ്പോൾ ചോര ബ്ലഡ് ആയിരിക്കാം, ചിലപ്പോൾ സീറസ് ഡിസ്ചാർജ് ആയിരിക്കാം. മറ്റ് ചില ആൾക്കാർക്ക് സ്തനങ്ങളുടെ സ്കിന്നിലുള്ള തടിപ്പായിരിക്കാം. ചില ആൾക്കാർക്ക് മുലക്കണ്ണുള്ളിലോട്ട് വലിഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കാം. മറ്റു ചില ആൾക്കാർക്ക് വെരി സർപ്രൈസിംഗ്ലി ബ്രസ്റ്റിൽ പ്രകടമായ ഒരു മുഴവൊന്നും ഇല്ലാതെ തന്നെ കക്ഷത്തിനകത്ത് വലിയ മുഴകളായിട്ട് വരും. അപ്പോൾ നമ്മൾ അൺനോൺ പ്രൈമറി ആയിട്ട് അതിനെ കണ്ടിട്ട് അതിനെ കണ്ടുപിടിക്കുന്ന നമ്മൾ അവസാനം ഒരു ചെറിയ സ്പോട്ടായിരിക്കും ബ്രസ്റ്റിലുള്ളത്. ഇതൊന്നുമില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് സ്തനാർബുദത്തെ കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ ഈ പിങ്ക് മന്തിൻ്റെ ഉദ്ദേശം. അതായത് തൊട്ടാൽ അറിയാൻ പാടില്ലാത്ത പ്രകടമായ ലക്ഷണങ്ങളുമില്ലാത്ത ഒരു സ്ത്രീ, ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ ഒരാളിനെ ഒരു അൾട്രാസൗണ്ട് കൊണ്ടോ ഒരു മെമോഗ്രാം കൊണ്ടോ അസുഖത്തെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സ്, ഇതിനെ സ്ക്രീനിങ് എന്ന് പറയും. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വളരെ നേരത്തെ അസുഖത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ, ഒരു കുടുംബത്തിൽ തന്നെ പലർക്ക് സ്തനാർബുദം വന്ന സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ യങ് ഏജിൽ ക്യാൻസർ വന്ന ആൾക്കാർ, അതല്ലെങ്കിൽ പത്തോളജിയിൽ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ എന്നൊരു ഫീച്ചറുണ്ട്, അല്ലെങ്കിൽ ട്രിപ്പിൾ പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഫാമിലി റിലേറ്റീവ്സ്, ഇവർക്ക് മറ്റാൾക്കാരെ കഴിക്കുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ആവശ്യമായ കാര്യമാണ്. ഡോക്ടർ, നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് അസുഖങ്ങളില്ല, ലക്ഷണങ്ങളില്ല, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റുകൾ നടത്തി വെറുതെ എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് അറിഞ്ഞാൽ വെറുതെ അപ്പോഴേ അധി പിടിക്കണ്ടല്ലോ, അസുഖം വന്ന് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പോയാൽ പോരെ എന്നുള്ളൊരു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മറ്റൊരു കാര്യം വളരെ പ്രസക്തമാണ്, ഏർലി ഡിറ്റക്ഷനാണ് ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനമെന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ മലയാളികളുടെ പൊതുവെയുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ വരുന്നിടത്ത് നമുക്ക് കാണാവുന്നതാണ്. ക്യാൻസറിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ബ്രാഞ്ചിനകത്ത് ഹെൽത്ത് ഇക്കണോമിക്സ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഹെൽത്ത് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ചികിത്സ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കോസ്റ്റ്ലിയാണ്. പല മരുന്നുകളുടെയും വിലകൾ ലക്ഷക്കണക്കിന് രൂപയാവും. അപ്പോൾ ഇങ്ങനെ കോസ്റ്റ്ലി മരുന്നിലേക്ക് നമ്മൾ പോകുന്നത് വെച്ചുകൊണ്ട് അതിനെ വലുതാക്കിയ ശേഷമായിരിക്കും. എല്ലാവരെ കൊണ്ടും താങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നത് പണമില്ല എങ്കിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, അസുഖത്തിന് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ, പ്രിവെൻഷൻ. 2, നിർഭാഗ്യവശാൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായെങ്കിൽ പോലും നേരത്തെ കണ്ടുപിടിക്കണം. നേരത്തെ കണ്ടുപിടിച്ചാലുള്ള ഗുണങ്ങൾ കൈവെള്ള എണ്ണി പറയാൻ പറ്റും. ഒന്ന്, ബ്രസ്റ്റ് മാറ്റാതെയുള്ള ട്രീറ്റ്മെൻറ്റ്. ഈ മാസ്റ്റക്ടമി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഔട്ട്ഡേറ്റഡ് ആയിക്കഴിഞ്ഞു. അപ്പോൾ സ്തനം മാറ്റാതെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഓണസ് ഈസ് ഓൺ ദ പീപ്പിൾ, നേരത്തെ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാന കാര്യം, പലപ്പോഴും റേഡിയേഷനും കീമോതെറാപ്പിയും ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ചെറിയ ശസ്ത്രക്രിയ കൊണ്ട് തന്നെ നമുക്ക് ഈ പരിപാടികളൊക്കെ തീരും. മാമോഗ്രാഫിയിൽ കണ്ടുപിടിക്കുന്ന ലീഷൻസിൻ്റെ പേരാണ് മൈക്രോ കാൽസിഫിക്കേഷൻ.
അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ സർജറി കൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് കഴിയും. ഓക്കെ. മൂന്നാമത്തെ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് അത് മാറിക്കഴിയുമ്പോൾ ബ്രസ്റ്റ് മാറ്റുന്ന പരിപാടി ഇല്ല. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജസ് ആണ്. ഇനിയുള്ളത് കോസ്റ്റ്, ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ്. ഈ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും ചെറിയ സർജറിക്ക് ചെറിയ കോസ്റ്റും വലിയ സർജറിക്ക് വലിയ കോസ്റ്റും. അതിനൊക്കെ അപ്പുറമായിട്ടുള്ളത് ഇന്ന് മജോറിറ്റി സ്ത്രീകളും വർക്കിംഗ് വിമനാണ്. ഈ വർക്കിംഗ് വിമൻ്റെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് കഴിഞ്ഞാൽ ലോസ് ഓഫ് വർക്കിംഗ് ഡേയ്സ്, പിന്നെ അതിന് ശേഷം ഉണ്ടാകുന്ന പ്രോബ്ലംസ്, പിന്നെ ഫാമിലിയുടെ ഫൾക്രമാണ് ഒരു വുമൺ എന്ന് പറയുന്നത്, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ പിന്നെ സോൾവ് ചെയ്യാൻ പോകുമ്പോൾ ബേസിക്കലി നേരത്തെ അസുഖത്തെ കണ്ടുപിടിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ. തൊടുപുഴയാണ് വിളിക്കുന്നത്. തൊടുപുഴ. ചോദിച്ചോളൂ ഡോക്ടർ. എന്റെ പേര് സിനി, 43 വയസ്സുണ്ട്. എനിക്ക് ബ്ലഡിൽ പ്ലേറ്റ്ലേറ്റ് 10 ലക്ഷത്തിന് മുകളിൽ വന്നായിരുന്നു. അപ്പൊ അത് പിന്നെ ക്യാൻസർ ആണെന്നും അല്ലെന്നും പറയുന്നു. ഹൈഡ്രാബ് എന്നും പറഞ്ഞിട്ട് ഗുളികയും ഞാൻ കഴിക്കുന്നുണ്ട്. ബ്ലഡ് ക്ലോട്ട് ചെയ്യുക എനിക്ക്. മാഡം, ഇത് സ്തനാർബുദമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം അല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാം ആഗ്രഹിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് റിലേറ്റഡ് സംഗതിയാണ്. പ്ലേറ്റ്ലെറ്റ് അകാരണമായി കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഹിമറ്റോളജിസ്റ്റിന് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ആ ഹൈഡ്ര മരുന്ന് തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ ഡോക്ടർ, ഇപ്പം നമ്മൾ സ്ക്രീനിങ്ങിനെ കുറിച്ച് പലവട്ടം പറയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഇപ്പോൾ ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ മാമോഗ്രാം ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത, ഇത് എപ്പോഴാണ് എവിടെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് പറയാം. മാമോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റ് ഇറ്റ് ഇസ് ആക്ച്വലി എക്സ്റേ ഓഫ് ദ ബ്രസ്റ്റ് എന്ന അർത്ഥം. അതായത് ഒരു 2 പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് ബ്രസ്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് 2 വ്യൂവിൽ നമ്മൾ ഫിലിം എടുക്കും. ഇതാണ് മാമോഗ്രാം. പലപ്പോഴും 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് മാമോഗ്രാം കൊണ്ട് കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത്. കാരണം അവരുടെ ബ്രസ്റ്റിലെ ബ്രസ്റ്റ് കണ്ടൻറ്റ് കുറയുകയും ഫാറ്റ് ടിഷ്യൂ നോർമലായിട്ടിരിക്കുകയും ചെയ്യുമ്പോൾ എക്സ്റേ പെനിട്രേഷൻ ബെറ്ററാണ്. യങ്ങർ ഏജ് എന്ന് പറഞ്ഞാൽ ഡെൻസ് ബ്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് മാമോഗ്രാം അല്ല ട്രീറ്റ്മെൻറ്റ്. അവർക്ക് അൾട്രാസൗണ്ട് കൊണ്ട് ടെസ്റ്റ് ചെയ്ത ശേഷം എന്തെങ്കിലും സംശയമായ കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് പുതിയൊരു മെത്തേഡാണ്. അതിൻ്റെ പേരാണ് MRI മാമോഗ്രാം. അത് അതിൻ്റെ പെനിട്രേഷൻ കൂടുതലാണ്. ആ അസുഖങ്ങളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. സ്ക്രീനിങ് പ്രോഗ്രാമിനകത്ത് റുട്ടീനായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ അസുഖമില്ലെങ്കിൽ പിന്നെ 5 വർഷം കഴിഞ്ഞ് നമ്മൾ ആ മാമോഗ്രാം ചെയ്താൽ മതി. സോ ദാറ്റ് ഇസ് എ പ്ലസ് പോയിന്റ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തുടരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മൾ പലപ്പോഴും സ്ഥാനാർബുദത്തിനെ എപ്പോഴും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കാറ്. പുരുഷന്മാർക്ക് സ്ഥാനാർബുദം വരാറുണ്ടോ? അത് നല്ല ചോദ്യമാണ്. പലപ്പോഴും നമുക്കൊരു തെറ്റായ ധാരണയുണ്ട് ഈ സ്ഥാനാർബുദം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രം വരുന്ന ക്യാൻസറാണ്. റോങ്. പലപ്പോഴും പുരുഷന്മാരിലെ സ്ഥാനാർബുദത്തെപ്പറ്റി അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് ഇവർ ശരീരം മുഴുവൻ അസുഖം ബാധിച്ച ശേഷം വ്യാപിച്ച ശേഷമായിരിക്കും ട്രീറ്റ്മെൻറ്റ് വരുന്നത്. പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം സ്ഥാനാർബുദം സ്ത്രീകളിൽ വരുന്ന പോലെ അത്രയും കോമൺ അല്ലെങ്കിൽ പോലും പുരുഷന്മാർക്കും വരാം. ട്രീറ്റ്മെൻറ്റിനകത്തും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പുരുഷന്മാരിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഫാറ്റ് ടിഷ്യൂ കുറവായതുകൊണ്ട് ഇവർ തുടക്കത്തിലേ വന്നില്ല എങ്കിൽ ഈ ട്യൂമർ ചെസ്റ്റ് വാൾ നമ്മുടെ അടിയിലുള്ള മസിലൊക്കെ കയറി പിടിച്ച ശേഷമായിരിക്കും ട്രീറ്റ്മെൻറ്റ് വരുന്നത്. സോ ആരുടെയെങ്കിലും പുരുഷന്മാരുടെ മുലക്കണ്ണിന് താഴെയായിട്ടൊരു കട്ടിയോ തടുപ്പോ വല്ലതും വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു മെഡിക്കൽ അഡ്വൈസ് എടുക്കേണ്ടത് മാൻഡേറ്ററി ആണ്. മറ്റൊന്ന്, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് എപ്പോഴും ഉള്ള ഒരു പേടി എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരും. ഒരു വല്ലാത്തൊരു സ്റ്റിഗ്മയാണ് അതുണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ രീതിയിൽ എന്തെല്ലാം ചികിത്സകളാണ് സ്ഥാനാർബുദത്തിനുള്ളത്? ഒരു മെയിൽ ഡൊമിനേറ്റഡ് വേൾഡായിരുന്നു സർജറി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സ്ഥാനാർബുദത്തിന് നേരത്തെ കണ്ടുപിടിക്കപ്പെട്ട ക്യാൻസറിന് സ്ഥാനം മുറിച്ചു മാറ്റിയാലോ സ്ഥാനം പ്രിസർവ് ചെയ്തുകൊണ്ട് സൗന്ദര്യം കൊടുക്കുന്ന ഓങ്കോപ്ലാസ്റ്റിക് സർജറി ചെയ്താലോ ഒരേ കാലഘട്ടം ജീവിച്ചിരിക്കും. പിന്നെ എന്തിനാ വൈ വേസ്റ്റ് ടൈം ടു ഡു എ മാസ്റ്റക്ടമി? അതുകൊണ്ട് അർത്ഥമില്ല. 140 വർഷം മുമ്പ് ഹാൾസ്റ്റഡ് എന്ന് പറഞ്ഞ ഒരു സർജൻ ഈ ലോകത്തിൽ കീമോതെറാപ്പി, റേഡിയേഷൻ ഇതൊന്നും ഇല്ലാഞ്ഞ അൾട്രാസൗണ്ട്, CT സ്കാൻ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കണ്ടുപിടിച്ച സർജറിയാണ് മാസ്റ്റക്ടമി. അപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാൻസർ വന്ന ഒരു സ്ത്രീയുടെ ആ ഒരു സർജിക്കൽ പ്രൊസീജിയറിനും ഉപരിയായിട്ട് അവർക്കൊരു മനസ്സുണ്ടെന്നും ഈ മനസ്സിൻ്റെ ഉണ്ടാകുന്ന ട്രോമ എന്ന് പറയുന്നത് ഫിസിക്കൽ ട്രോമയെക്കാട്ടി കൂടുതലായിരിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ അവരോട് സൈക്കോ ഓങ്കോളജി ആസ്പെക്റ്റിൽ നമ്മൾ ഇടപെടുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ താമസിച്ച് മാത്രം പരിശോധനയ്ക്കും ട്രീറ്റ്മെൻറ്റും വരുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയുണ്ടാകും. ഇപ്പോൾ നമുക്കറിയാം സ്ത്രൈണ സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് ബ്രസ്റ്റ്.
ഇതിൻ്റെ ക്യാൻസർ വന്നു കഴിയുമ്പോൾ ഞാൻ നാളെ ആരായി മാറും, ഇതിൻ്റെ സ്റ്റിഗ്മ വേറെ, പുറമെ ആൾക്കാർ ഇത് മനസ്സിലാക്കുമോ, എൻ്റെ ഫാമിലിയിൽ എന്നെ ആക്സെപ്റ്റ് ചെയ്യുമോ, എൻ്റെ ഹസ്ബൻഡ് എന്നെ ആക്സെപ്റ്റ് ചെയ്യുമോ, ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ മാസ്റ്റക്ടമി അല്ല ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ്. അത് വളരെ പ്രധാന കാര്യമാണ്. ഏതെങ്കിലും ഒരു ഡോക്ടർ പറയുക, സർജൻ പറയുക, അല്ല നമുക്ക് ബ്രസ്റ്റ് മാറ്റിയേക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 99.9% ആൾക്കാർക്കും മാസ്റ്റക്ടമി വേണ്ട. ഇൻ കേസ് അപ്പോൾ ചോദ്യം വരാം, അല്പം കൂടിയ ക്യാൻസർ കൊണ്ട് വന്നു, ലോക്കലി അഡ്വാൻസ്ഡ് ക്യാൻസർ, അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് ഇന്ന് ട്രീറ്റ്മെൻറ്റ് വേറെ പ്ലാനാണ്. അവർക്ക് നിയോ അഡ്ജുവൻ്റ് അല്ലെങ്കിൽ അപ്പ് ഫ്രണ്ടായിട്ട് മരുന്ന് കൊടുത്തിട്ട് ട്യൂമറിനെ മുഴുവൻ ചുരുക്കിയ ശേഷം ട്യൂമർ പല പേഷ്യൻസിനും ഓൾമോസ്റ്റ് 40 to 60% ആൾക്കാർക്ക് ഈ ട്യൂമർ ചിലപ്പോൾ ഡിസപ്പിയർ ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് പ്രിസർവേഷൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക് സർജറി ഇന്ന് ലോക്കലി അഡ്വാൻസ്ഡ് ക്യാൻസർ വന്നിട്ട് ഡൗൺ സ്റ്റേജ് ചെയ്ത പേഷ്യൻസിനും ഉള്ളതാണ്. അപ്പോൾ ഇന്ന് സൗന്ദര്യവും ക്യാൻസർ ചികിത്സയും കൂടെ ബ്ലെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഒരു വലിയ റോൾ. ഇതിനാണ് നമ്മൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഡോക്ടർ ഇടയ്ക്കൊരു പദം ഉപയോഗിച്ച് കേട്ടു, സൈക്കോ ഓങ്കോളജി എന്നുള്ളത്. നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ അത്ര പരിചിതമില്ലാത്ത ഒരു വാക്കാണത്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് അതും ഓങ്കോളജി അല്ലെങ്കിൽ ഇങ്ങനത്തെ അർബുദ ചികിത്സയിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കും? എക്സലൻറ്റ് ചോദ്യം. ക്യാൻസർ ചികിത്സ എന്ന് പറയുന്നത് സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ എന്നുള്ളതിൻ്റെ അപ്പുറമായിട്ട് ഇതിൻ്റെ പുറകിലൊരു വ്യക്തിയുണ്ടെന്നും ഈ വ്യക്തി സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും വ്യക്തി ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണെന്നും അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന നമ്മൾ പുറമേ കാണുന്ന ചികിത്സകൾക്ക് ഉപരിയായിട്ട് അവർക്ക് മാനസികമായ സന്തോഷം കിട്ടാനും സൈക്കോ ഓങ്കോളജി ഉണ്ട്, മ്യൂസിക് തെറാപ്പി ഉണ്ട്. ഇന്ന് ഇഷ്ടം പോലെയാണ് നമ്മൾ അഡീഷണൽ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നത്. ഇതൊക്കെ എന്താണ് ഉദ്ദേശം? ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് ഒരാൾ പുറത്ത് വരുമ്പോൾ അവരെ ഈ സൊസൈറ്റിക്ക് ഫിറ്റായിട്ടുള്ള ആൾക്കാരായിട്ട് മാറണം. സോ സൈക്കോ ഓങ്കോളജി എന്ന് പറയുന്നത് ഇന്ന് ഒരു വലിയൊരു ഇൻ്റഗ്രൽ പാർട്ടാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ നല്ല ഹോസ്പിറ്റലൊക്കെ. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ സ്തനാർബുദ ചികിത്സയിൽ ഓങ്കോപ്ലാസ്റ്റിക് സർജറിയുടെ ഒരു പ്രാധാന്യം എന്താ? പണ്ട് കാലത്ത് നമ്മൾ മിക്കവാറും എല്ലാ ക്യാൻസേഴ്സും ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ജനറൽ സർജറി. അന്ന് ഈ സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് അത്ര പോപ്പുലർ അല്ലായിരുന്നു. സർജിക്കൽ ഓങ്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരാളിന് ന്യായമായിട്ടും കോംപ്രഹെൻസീവ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനെ പറ്റി വളരെയധികം ബോധ്യമുള്ള ഒരാളായിരിക്കണം. എന്നുവെച്ചാൽ റേഡിയേഷൻ, കീമോതെറാപ്പി, സർജറി, പ്ലാസ്റ്റിക് സർജറി, മറ്റ് പല അനുബന്ധ സർജറികൾ, ഓർത്തോപെഡിക്സ്, അങ്ങനെ വേണ്ടി അവസരം വേണ്ടിയ സ്ഥലത്ത് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന അറിവുള്ള ഒരാളായിരിക്കണം സർജിക്കൽ ഓങ്കോളജി. അപ്പോൾ അവിടെ സ്തനത്തിന് ഒരു ക്യാൻസർ വന്ന ശേഷം ഒരു സ്ത്രീ മുന്നേ നിൽക്കുന്ന ഒരാളിന് എങ്ങനെ മാനസികമായിട്ട് നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് കൊടുക്കാൻ സാധിക്കും, പ്ലസ് ക്യൂർ കൊടുക്കണം, രണ്ടും നടക്കണം. സൗഖ്യമാക്കുകയും വേണം, അവർക്ക് സൗന്ദര്യവും വേണം. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ പേരാണ് ഓങ്കോപ്ലാസ്റ്റിക് സർജറി. ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറിക്ക് ഉപരിയായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഒരു പുതിയ ഇന്നോവേഷനും കൂടെ ചെയ്തിട്ടുണ്ട്. 24 hours കൊണ്ട് പേഷ്യൻസിനെ വീട്ടിൽ വിടത്തക്കോണം നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓങ്കോപ്ലാസ്റ്റി തന്നെ ബ്രസ്റ്റ് പ്രിസർവേഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ട്യൂബ്സും ഡ്രെയിൻസും ഈ കക്ഷത്തിൽ ഇടുന്ന സംഗതിയൊക്കെ അവോയ്ഡ് ചെയ്ത് ടോട്ടലി ഡ്രെയിൻലെസ് പ്രൊസീജിയർ. എൻ്റെ ഗുണം 24 hours കൊണ്ട് വീട്ടിൽ പോകാം, 4 days അവർക്ക് ജോലിക്ക് പോകാം, പിന്നെ സൗന്ദര്യം നഷ്ടപ്പെടുന്നില്ല, ഹെൽത്ത് ഇക്കണോമിക്സ് കോസ്റ്റ് കുറവായിരിക്കും 10 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നതിനേക്കാൾ. ഇങ്ങനെ ഒത്തിരി പ്ലസ് പോയിൻറ്റ്സ് ഉണ്ടാവും. അപ്പം അതിന് പല മൊഡാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ സൗന്ദര്യം കൊടുക്കുന്ന സർജറി, ഇത് ട്രീറ്റ്മെൻറ്റ് ഇൻ്റഗ്രൽ പാർട്ടാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ യുവാക്കളിൽ ധാരാളം ഇങ്ങനെ സ്തനാർബുദമൊക്കെ ബാധിക്കുന്നവരുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് എപ്പോഴും ഈ ട്രീറ്റ്മെൻറ്റും അത് കഴിഞ്ഞിട്ടുള്ള സമൂഹത്തിലുള്ളൊരു ഇടപെടലുകൾ, മാരേജ് ഒക്കെ പോലെ, അപ്പോൾ അവർക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഓങ്കോപ്ലാസ്റ്റിക് സർജറി, സൈക്കോ ഓങ്കോളജി, റീഹാബിലിറ്റേഷൻ. ഇന്ന് റീഹാബിലിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒരു 22 വയസ്സ് 23 വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ ശേഷം വരെ ക്യാൻസറായിട്ട് വരുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാഴ്ച മധുവിധം ആഘോഷിക്കേണ്ട സമയത്ത് ആശുപത്രിയിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വരുന്ന ആൾക്കാർ. അപ്പോൾ അത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇന്ന് ക്യാൻസർ ഇഷ്യൂ മാറിക്കഴിയുമ്പോൾ ന്യായമായിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് സൊസൈറ്റിയിൽ അവരെ നല്ല ഒരു സിറ്റിസനായിട്ട് മാറ്റുന്ന ഒരു പ്രൊസീജിയറിലായിരിക്കണം ഈ സംഗതി ചെയ്യേണ്ടത്. പ്ലസ് ശരീര സൗന്ദര്യം എന്ന് പറയുന്നത് മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഫാമിലി കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫാമിലി തുടങ്ങുക പോലും ചെയ്യാത്ത ആൾക്കാരുണ്ട്. യങ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പ്രശ്നം അതാണ്. അങ്ങനെയുള്ളവർക്ക് പുതിയ സംഗതിക്കകത്ത് പല പല വഴികളുണ്ട്. ഈവൻ നമ്മൾ പുരുഷന്മാർക്ക് ക്യാൻസർ വരുമ്പോൾ സ്പേം ബാങ്കിങ് ചെയ്യുന്ന പോലെ സ്ത്രീകൾക്ക് നമുക്കിന്ന് ഓവം ബാങ്കിങ് ചെയ്യാൻ പറ്റും. അതായത് പിന്നെ അവർക്ക് പിള്ളേരുണ്ടാകുന്നില്ല എങ്കിൽ അവരുടെ ഓവം ക്രയോ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് പ്രിസർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് വാടകയ്ക്ക് യൂട്രസ് കിട്ടുന്ന സമയമാണ്.
സോ വി ക്യാൻ തിങ്ക് അബൌട്ട് ദാറ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ കല്യാണം കഴിച്ച് ഒരാഴ്ചക്കുള്ളിൽ ക്യാൻസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളിന് പിന്നെ കുഞ്ഞുങ്ങളുണ്ടായില്ല, പിന്നെ അവരുടെ ഫാമിലി പ്രശ്നമാകും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈവൻ ഓവം ബാങ്കിങ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ക്യാൻസർ ചികിത്സയിൽ ഒരുപാട് പുതുമകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് ഈസ് എ ചലഞ്ചിങ് ഏരിയ. മറ്റൊരു കാര്യം, ഇപ്പോൾ സ്തനാർബുദമൊക്കെ വിവാഹിതരല്ലാത്ത കുട്ടികളിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണോ, ചികിത്സ നടക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കുറേശ്ശെ ഇത് മാറി തുടങ്ങുമ്പോൾ ഇവരുടെ വിവാഹബന്ധം പലപ്പോഴും കാണുന്ന ഒരു ഇതാണ്, ഇത്തരം ആളുകൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ വിവാഹത്തിൽ നിന്ന് പിന്മാറിപ്പോകുക. അത്തരത്തിലുള്ള സോഷ്യൽ സ്റ്റിഗ്മ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തെറ്റിദ്ധാരണ മാറ്റേണ്ടത് അത്യാവശ്യമാണല്ലോ. അതെ അതെ, ക്യാൻസറിനെ സുഖമാക്കാവുന്ന, അവർക്ക് 100% ക്യൂർ കൊടുക്കാൻ സാധിക്കുമെന്നുള്ള മെസ്സേജ് പബ്ലിക്കിന് മുന്നിലെത്തണം. പക്ഷേ അങ്ങനെ എത്തണമെങ്കിൽ നമുക്കൊരു പ്രീ റിക്വസിറ്റ് ഉണ്ട്, അതായത് നേരത്തെ കണ്ടുപിടിക്കണം. പിന്നെ വളരെ അപൂർവം ചില ആൾക്കാരിൽ മാത്രം റെക്കറൻസ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. ഉദാഹരണം ട്രിപ്പിൾ പോസിറ്റീവ് ക്യാൻസേഴ്സ്, ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസേഴ്സ്, ഇല്ലെങ്കിൽ ഫെമിലിയൽ ക്യാൻസർ ഉള്ളവർ, അല്ലെങ്കിൽ അഞ്ജലിന ജോളിക്ക് ഉള്ള പോലെ BRCA1 BRCA2 ഹിസ്റ്ററി ഉള്ള ആൾക്കാർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചാൻസ് കൂടുതലായിരിക്കും. പക്ഷേ ഒരു 80% 90% ആൾക്കാർക്കും ക്യാൻസർ ഒന്ന് സുഖമായി കഴിഞ്ഞാൽ, നേരത്തെ കണ്ടുപിടിക്കപ്പെട്ട് സുഖമാവുകയാണെങ്കിൽ അവർക്ക് നല്ല നോർമൽ ലൈഫായിരിക്കും. സോ അവരൊക്കെ മാരീഡ് ലൈഫിലോട്ട് പോകാൻ സമൂഹം അതിനുള്ള ആ അവെയർനെസ്സിലോട്ട് വരേണ്ട കാലം കഴിഞ്ഞിരിക്കും. ഒരിക്കലും ഇത് വന്ന് മാറിക്കഴിഞ്ഞാൽ ഇവർ ഫോളോ അപ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ആവശ്യകത, പ്രാധാന്യം. സാധാരണ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് 2 വർഷം വരെ, ഒരു വർഷത്തിൽ 3 പ്രാവശ്യം, 4 മന്ത്ലി ഇൻ്റർവെല്ലിൽ അവർക്ക് അൾട്രാസൗണ്ട്, ചെസ്റ്റ് എക്സ്റേ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ നമ്മൾ ചെയ്യും. 2 വർഷം കഴിഞ്ഞാൽ വൺസ് ഇൻ 6 months നമ്മൾ ഫോളോ അപ്പ് പോകണം. 5 വർഷം കഴിഞ്ഞാൽ വർഷത്തിൽ 1 പ്രാവശ്യം നമ്മൾ അവരെ ഫോളോ അപ്പിൽ വെച്ചിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. പിന്നെ ഹൈ റിസ്ക് ആണെങ്കിൽ മാത്രം പെറ്റ് സ്കാൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ. മറ്റൊരു കാര്യം ഡോക്ടർ, ഇപ്പോൾ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്, ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങളാണ് സ്തനാർബുദമൊക്കെ കൂടുന്നതിന് കാരണമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ യുവതലമുറ ഇക്കാര്യങ്ങളിൽ എന്ത് ശ്രദ്ധയാണ് വരുത്തേണ്ടത്? അത് നല്ല ചോദ്യമാണ്. റാപ്പിഡ് അർബനൈസേഷൻ എന്ന് പറയുന്നത് പെട്ടെന്നുള്ള നഗരവൽക്കരണം. ഇത് നമ്മൾ കൊച്ചിയിൽ കാണുന്നു, ട്രിവാൻഡ്രത്ത് കാണുന്നു, കേരളത്തിൽ കാണുന്നു, ബോംബെ, ഡൽഹി, എവിടെ പോയാലും കാണുന്ന സംഗതിയാണ്. ഈ പെട്ടെന്നുള്ള നഗരവൽക്കരണം അല്ലെങ്കിൽ നഗരത്തിനകത്തുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മുഴുവനും ഗ്രാമങ്ങളിലെ പോലെയല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ തിരിച്ച് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ എക്സസൈസ്, നമ്മുടെ സ്ട്രെസ് ഫാക്ടേഴ്സ്, ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. ഇതുപോലെ തന്നെ ഓരോരുത്തരിലും ഒരു അവയർനെസ് ഉണ്ടായിരിക്കേണ്ടത്. ഈ ആദ്യം മാഡം ചോദിച്ച പോലെ അസുഖം വന്ന് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യും, ദൈവം തന്നേക്കുന്ന എല്ലാ അവയവങ്ങളും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിൽ സ്വയം പരിശോധനയെങ്കിലും ചെയ്യുവാൻ അവർ റെഡിയാവണം. അപ്പോൾ അങ്ങനൊരു കൾച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ടു ലേറ്റ് എന്നൊരു സംഗതി പലരും പറഞ്ഞിരിക്കും. ഇതിന് മാറ്റം വരണം. ഈ പിങ്ക് മന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഭയം, ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയിലുള്ള ഭയം സാധാരണക്കാരുടെ മനസ്സിൽ നിന്ന് മാറ്റുകയും സ്ഥാനം മുറിച്ചു മാറ്റുന്ന അല്ല ട്രീറ്റ്മെൻറ്റ് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാനും, നേരത്തെ കണ്ടുപിടിച്ചാൽ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കുറയുമെന്നുള്ള കാര്യം പറയാനും, പിന്നെ നോർമൽ ലൈഫ് ക്യൂർ ബ്രസ്റ്റ് ക്യാൻസറിൽ പോസിബിൾ ആണെന്ന് പറയാനുമാണ് ഈ സ്തനാർബുദ മാസം ഇങ്ങനെ ആചരിക്കുന്നത്. അപ്പോൾ സ്തനാർബുദത്തിനെതിരെയുള്ള ബോധവൽക്കരണങ്ങൾ, കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ചികിത്സാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഈ മാസം ആചരിക്കുമ്പോൾ ഡോക്ടർ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? 2 കാര്യം മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഒന്നിൽ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, ഈ പറഞ്ഞ എല്ലാ മെത്തേഡ്സ് ഉപയോഗിച്ച് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഇത് പോസിബിൾ എല്ലാ കേസിലും നടന്നില്ലെങ്കിൽ പോലും അസുഖത്തെ നേരത്തെ കണ്ടുപിടിക്കാൻ ഉള്ള മാനസികമായുള്ള സ്ഥിതി, എഡ്യൂക്കേഷൻ നമുക്ക് മാത്രം പോരാ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവർ, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഒക്കെ ഇത് പകർന്നു കൊടുക്കാനുള്ള ഒരു മെൻ്റൽ എബിലിറ്റി, ഭയം എന്നുള്ള സ്ഥാനത്ത് ഫേസ് ചെയ്യാനുള്ള ഒരു മോറൽ കറേജ് ഇതുണ്ടാവണം. ദാറ്റ് ഈസ് എ മെസ്സേജ്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചു. താങ്ക് യു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.